കേന്ദ്ര സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിലൂടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടി ശോഭന. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി തിളങ്ങി നിന്നിരുന്ന നടി ഇന്ന് നർത്തകി എന്ന നിലയിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടാണ് ശോഭന അഭിനയിച്ചത്. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും നടിക്ക് ലഭിച്ചു. വിവാഹം പോലും കഴിക്കാതെ ശോഭന അഭിനയത്തിൽ നിന്നും പിന്മാറിയത് എന്തിനാണെന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിരുന്നു. വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സിനിമ ഉപേക്ഷിക്കാനെന്ന തരത്തിലേക്ക് ശോഭന എത്തിയതെന്ന് പറയുന്നതോടൊപ്പം മറ്റു ചില കഥകളും പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് തെലുങ്കിലെ ഒരു സൂപ്പർ താരമാണെന്ന് ശോഭനയുടെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചതെന്ന് ഈ വിഷയത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇമ്രാടി രാമറാവു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാകുകയാണ് ഇപ്പോൾ. സൂപ്പർ നായികയായി ഉന്നതിയിലെത്തി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് ശോഭന സിനിമ ഉപേക്ഷിച്ചത്. ചില നായക നടന്മാരുമായി ശോഭനയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചിലർ നടിയെ ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതാണ് അതിന് കാരണമായി എന്ന് പറയപ്പെടുന്നത്. നായകന്മാർ പലതരത്തിലും ശോഭനയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടും ഇതോടെ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ തോന്നിയ നടി സിനിമ ഉപേക്ഷിച്ചു പോവുകയാണെന്നും പറയുന്നു. തെലുങ്കിലെ നടൻ രാജേന്ദ്ര പ്രസാദുമായി ഒരിക്കൽ ശോഭന വഴക്കുകൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കില്ലെന്നും തീരുമാനിച്ചു. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് സിനിമയിൽ അഭിനയിക്കില്ലെന്ന തീരുമാനത്തേക്കും അവരെത്തി. ഒരു സെൻസേഷണൽ തീരുമാനം മാറുന്നതിന് വേണ്ടി പലരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് രാമറാവു പറയുന്നത്. അന്ന് രാജേന്ദ്ര പ്രസാദിന്റെ പ്രവൃത്തികൾ ശോഭനയ്ക്ക് ഇഷ്ടമാകാതെ വരികയായിരുന്നു. അതുകൊണ്ട് സിനിമയിലേക്ക് ഇനി വരില്ലെന്ന് പറഞ്ഞാണ് നടി പോയതെന്നും രാമറാവു പറയുന്നു. സിനിമ പോലും മോശമാണ് തോന്നിയെന്നും അതുകൊണ്ട് അത് ഉപേക്ഷിച്ചതെന്നും ശോഭന പറഞ്ഞിട്ടുള്ളത്.